ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നൻപറുകളെ, മേരെ സാഥി. ടുഡേ I am giving you what sentence. You know, sentence is very important in English language. Not only in English language, but also in all languages. There are, four kinds of sentences used in English language. They are, first one assertive. Then another rhyme. അത് പറഞ്ഞാൽ മറ്റൊരു പേരുണ്ടായിരുന്നു. അസർട്ടീവിനെ ഡിക്ലറേറ്റീവ് എന്ന് പറയും. ഓക്കെ. Then second one interrogative. Then imperative. Then exclamatory. There are four sentences. അപ്പോൾ 4 തരം സെൻറ്റൻസുകളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ഷോർട്ടായി പറയുകയാണ്. എങ്കിലും ഫസ്റ്റ് വൺ അസർട്ടീവ്. യു നോ വാട്ട് ഈസ് അസർട്ടീവ്? അസർട്ടീവ് സെൻറ്റൻസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ. നമ്മൾ പറഞ്ഞാൽ ഹീസ് എ പ്ലെയർ, ഗ്രേറ്റ് പ്ലെയർ, ഡാൻസർ, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ അസർട്ടീവ് എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ്. എനിവേ, ദെൻ സെക്കൻഡ് വൺ ഇൻറ്ററോഗേറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആർ ക്വസ്റ്റ്യൻസ്. പറഞ്ഞാൽ നമ്മൾ ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. How are you? Where are you? Like that. Okay. Then imperative. Imperative sentences are 3 kinds. Then what I tell you? First one will request, commands, and wishes. Then so many things. Okay. So നമ്മൾ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, പ്ലീസ് കം വിത്ത് me. Like that. Please come with me. Please post this letter. Like that. അതുപോലെ നമ്മളിതുപോലെ ഉള്ള അപേക്ഷകൾ അല്ലേ. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഞാൻ പറഞ്ഞത്, ഏതാണ്? ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഹൗ ആർ യു, ഹൗ ഡു യു ഡു, ലൈക്ക് ദാറ്റ്. എല്ലാ ചോദ്യങ്ങളും വരാം. തേർഡ് വൺ ഇമ്പാരറ്റീവ്. അതായത് ഇമ്പാരറ്റീവ് ഞാൻ പറയാം പോകട്ടെ. എനിവേ, അപ്പോൾ 3 എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. എക്സ്ക്ലമേറ്ററീസ് ആർ വാട്ട് ഐ ടെൽ യു, നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ. ടു എക്സ്പ്രസ് സഡൻ ഫീലിങ്സ് ഇറ്റ്സ് യൂസ്. ഓക്കെ. പെട്ടെന്നുണ്ടാകുന്ന ഹൗ, വാട്ട് എ ഷോട്ട്, ഓ ഹൗ വാട്ട് എ സിക്സർ, ലൈക്ക് ദാറ്റ്. ഇതങ്ങനെ 4. ഓക്കെ. ദെൻ ഐ വിൽ കണ്ടിന്യൂ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ദെൻ ഫോർ എവർ. ഓക്കെ, താങ്ക് യു.